അനുമതി നേടാതെ ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ച സംഭവത്തിൽ ആനയെ കസ്റ്റഡിയിലെടുത്തു. ബാലുശ്ശേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. ബാലുശ്ശേരി പൊന്നാരം തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് ആനയെ ഉപയോഗിച്ചത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊയിലാണ്ടിയിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണോ ആനയെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് പോയത്? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടയുകയും 3 പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത സംഭവമുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ജില്ലയിൽ നൽകിയിരുന്നത്. അത്തരം നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബാലുശ്ശേരി പൊന്നാരം തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയെ ഉപയോഗിച്ചത്. മതിയായ രേഖകളോ മതിയായ അനുമതിയോ നേടാതെയായിരുന്നു ഇത്തരമൊരു നടപടിയിലേക്ക് ഇവർ പോയത്. അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റിക്കെതിരെയും നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകുകയും പോലീസിന്റെ നടപടി ആരംഭിക്കുകയും ചെയ്തു. ഇതോടൊപ്പമാണ് ആനയെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് അനുമതി നേടാതെ ആനയെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാൻ വനംവകുപ്പിന്റെ നടപടി അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ പരിശോധനയ്ക്കെത്തുകയും ആ പരിശോധനക്കൊടുവിൽ ആനയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ബാലുശ്ശേരി ഗജേന്ദ്രൻ എന്ന ആനയെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള ഗായത്രി വീട്ടിൽ പ്രഭാകരന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ ആന. 2021-ലും 2023-ലും സമാന രീതിയിൽ അനുമതി നേടാതെ ഈ ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കണ്ടെത്തലുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും താൽക്കാലികമായി ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടി കൂടി ഉടമസ്ഥൻ തന്നെ നൽകുകയും ചെയ്തിരിക്കുന്നത്. വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൊണ്ടുപോകാൻ ആനയെ കൊണ്ടുപോകാനോ സൂക്ഷിക്കാനോ സംവിധാനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ താൽക്കാലികമായി സൂക്ഷിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെ തിരികെ നൽകിയിരിക്കുന്നത്. ഇത്തരം നടപടി തുടർന്നാൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന താക്കീതും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ആനയെ ഇപ്പോൾ വനവകുപ്പ് കസ്റ്റഡിയിലെത്തിയിരിക്കുന്നു. താൽക്കാലികമായി സൂക്ഷിക്കാൻ ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെ തിരികെ നൽകിയിരിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ എഴുന്നള്ളിപ്പിനും മറ്റും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അനുമതി വാങ്ങണം. അതുപോലെ തന്നെ തുടർന്നുള്ള നടപടികൾ അത് വനംവകുപ്പിനെ അറിയിക്കണം എന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗൂഗിൾ ഏതായാലും ഉത്സവ നടത്തിപ്പുകാർ അനുമതി വാങ്ങാഞ്ഞതിനെ തുടർന്ന് ബാലുശ്ശേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് വനംവകുപ്പിന്റെ കസ്റ്റഡിയിലായത്. ഇപ്പോൾ ഉടമയെ ഏൽപ്പിച്ചിരിക്കുകയാണ് സംരക്ഷിക്കാൻ. ഏതായാലും ഇനിയുള്ള എഴുന്നള്ളിപ്പുകൾക്ക് അനുമതിയില്ലാതെ പുറത്തിറക്കരുത് എന്ന നിർദ്ദേശമാണ് വനംവകുപ്പ് നൽകിയത്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.